പിച്ച വെച്ച നാള് തൊട്ടേ പച്ചപ്പടയിൽ ചേർന്നു ഞാൻ. പിച്ച വെച്ച നാള് തൊട്ടേ പച്ചപ്പടയിൽ ചേർന്നു ഞാൻ. ഉച്ചത്തിലായി ജയ് വിളിച്ചു സിന്ദാബാദ്, ഉച്ചത്തിലായി ജയ് വിളിച്ചു സിന്ദാബാദ്. ഉച്ച പോലെ പ്രകാശിക്കും പാണക്കാട്ടെ തങ്ങളെ, ഉച്ച പോലെ പ്രകാശിക്കും പാണക്കാട്ടെ തങ്ങളെ. ഇച്ഛ നിറവേറ്റും ഞങ്ങൾ സിന്ദാബാദ്, ഇച്ഛ നിറവേറ്റും ഞങ്ങൾ സിന്ദാബാദ്. പിച്ച വെച്ച നാള് തൊട്ടേ പച്ചപ്പടയിൽ ചേർന്നു ഞാൻ, പിച്ച വെച്ച നാള് തൊട്ടേ പച്ചപ്പടയിൽ ചേർന്നു ഞാൻ. ഉച്ചത്തിലായി ജയ് വിളിച്ചു സിന്ദാബാദ്, ഉച്ചത്തിലായി ജയ് വിളിച്ചു സിന്ദാബാദ്. പൊരുതാൻ പോരൂ, ആഹാ പോരൂ യുവതലമുറക്കാരെ. ഒത്തുപിടിച്ചാലേത് മലയും പോരും കൈകളിൽ, ഒത്തുപിടിച്ചാലേത് മലയും പോരും കൈകളിൽ. ഒത്തിരി നാം നേടിയില്ലേ സിന്ദാബാദ്, ഒത്തിരി നാം നേടിയില്ലേ സിന്ദാബാദ്. പിച്ച വെച്ച നാള് തൊട്ടേ പച്ചപ്പടയിൽ ചേർന്നു ഞാൻ, പിച്ച വെച്ച നാള് തൊട്ടേ പച്ചപ്പടയിൽ ചേർന്നു ഞാൻ. ഉച്ചത്തിലായി ജയ് വിളിച്ചു സിന്ദാബാദ്, ഉച്ചത്തിലായി ജയ് വിളിച്ചു. എന്ന് വിചാരം അവരവരോ. ഇതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയുന്നത്, കാറ്റടിച്ചിട്ട് വൻമരങ്ങൾ മറിഞ്ഞു പോകുന്നു. നിങ്ങൾ പത്രത്തിൽ വായിക്കല്ലേ? കാറ്ററിഞ്ഞിട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഇല്ല, എന്തെങ്കിലും ഒരു അടി നല്ലതാണ്. നിങ്ങൾക്ക് എനിക്കൊരു കയ്യടി നല്ല തന്നാലേ എൻ്റെ ബാക്കിയാൻ പറഞ്ഞു. നനഞ്ഞ പടക്കം പോലത്തെ ഒരു കയ്യടി ഫസ്റ്റ് കൂടി ഉഷാറായിട്ട് അടിച്ചോട്ടെ. പിന്നെ എന്താ ഞാൻ ലാസ്റ്റ് പറഞ്ഞത്? വൻമരങ്ങൾ കാറ്റടിച്ചിട്ട് മറിഞ്ഞു വീണു. നിങ്ങൾ പത്രത്തിൽ വായിക്കാറില്ലേ? പ്ലാവും തെങ്ങും ഇതൊക്കെ മറിഞ്ഞു. എന്താ കാര്യം? കാറ്റ് വരുമ്പോ ഈ മരങ്ങള് പിടിച്ചു നിൽക്കാനാണ്. ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, ഐ എം ഓക്കെ, ഐ എം മാനേജിങ് മൈ ഹസ്ബൻഡ്. ഹസ്ബൻഡിനെ മാനേജ് ചെയ്യേണ്ട ആളില്ല, എൻജോയ് യുവർ ഹസ്ബൻഡ്. നിങ്ങൾ മാനേജ് ചെയ്യാൻ നിന്നാ പൊട്ടി വീഴുവോ? അതേസമയം പുല്ല് നിങ്ങൾ ആരെങ്കിലും കാറ്റടിച്ചിട്ട് മറിഞ്ഞു വീണ കണ്ടിട്ടുണ്ടോ? പുല്ലിന്റെ പണിയില്ല. കാറ്റ് വരും, പുല്ലിനനുസരിച്ച് ചാന്ന് നിന്ന് കൊടുക്കും. പുല്ല് കാറ്റ് പോയാന്ന് എനിക്ക്. അപ്പൊ ഭാര്യ പഞ്ചായത്ത് മെമ്പറാ, 37 8 മണിക്കൊക്കെ കയറി വരുമ്പോ ഹസ്ബൻഡ് ഒരു യുദ്ധത്തിന് റെഡി ആയിട്ട്, നീ എല്ലാ 6 മണിക്ക് വരും പറഞ്ഞു. എപ്പോഴും ഇങ്ങനെ ശരിയാവും. ഇവിടെ അന്നേരെ വന്നിട്ടില്ല. ഇങ്ങനെ കളിക്കുമ്പോ നിങ്ങൾ കൈ കെട്ടിയിട്ട് മനസ്സിലാക്കാൻ ചിത്രമൊന്നും പാടില്ല. മൂപ്പരൊരു മഴ പെയ്തിട്ട് ഒഴിഞ്ഞു പോയ പോലെ അയാൾ നിങ്ങൾക്ക് നേരെ നിൽക്കും. നിങ്ങളെ പിടിച്ചു നിന്നാൽ. എന്നോടൊരു കുട്ടി കവക്കൂർത്തോർമ്മ വന്നു കൗൺസിലിംഗ്, 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, CBSE. ഇത് ഈ കുട്ടിയുടെ പ്രശ്നങ്ങളിൽ ഒരു കടലാസിൽ എഴുതി തയ്യാറാക്കിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നു അച്ഛനാണ്. എൻ്റെ മുമ്പിൽ ഇതെല്ലാം വായിച്ചു. എന്നിട്ട് ഇവര് പോയതിനു ശേഷം ഈ കുഞ്ഞിനെ ഞാൻ വിളിച്ചു. കുഞ്ഞ് സ്മാർട്ടായിട്ട് തന്നെ ഐ ഗോയിങ് ടു കൗൺസിലിംഗ് മീ, അങ്ങനെ കൗൺസിലിംഗ് എന്നൊരു കാര്യം പറയുന്നുണ്ട്. ആദ്യം ചെയ്യേണ്ടത് പുറത്ത് നിൽക്കുന്ന കാര്യമാണ്. ഇങ്ങനെ കൂട്ടി വന്ന് നമ്മൾ എന്താ അനിയത്തിന് ഞാൻ പ്രൂഫായിട്ട് കൊണ്ടുവന്നിട്ട് സാറ് വേണമെങ്കിൽ സംസാരിച്ചു. ഏറാണ് സാറ് വീട്ടിൻ്റെ അകത്ത് കഴിഞ്ഞ ആഴ്ച പോലും ഇസ്തിരിപ്പെടുത്തിട്ട് കിണ്ണെടുത്തിട്ട് ഇങ്ങോട്ട് തുടങ്ങി.
കേൾക്കുന്നത് ഞങ്ങൾ രക്ഷപ്പെട്ടിട്ട് വരുന്ന തന്നെ ഭാര്യയാണ്. സംഗതി എന്താന്ന് പറഞ്ഞാൽ ഈ ദേഷ്യം വരുന്നു പാത്ര കൈമാറ്റം എന്ന് ഞാൻ വായിച്ചു പുസ്തകത്തിൽ. പല വീട്ടിലകത്ത് ഈ ജോലിക്ക് പോകുന്ന സാമൂഹ്യ പ്രവർത്തനത്തിനൊക്കെ പോകുന്ന ആളുകൾ കുറെ കഴിയുമ്പോൾ വീട്ടിൽ പാത്ര കൈമാറ്റം നടക്കുന്നു. കാസറെടുത്തിട്ട് അങ്ങോട്ട് എറിയുമ്പോൾ അരസറെടുത്തിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഈ നിങ്ങൾ ഇപ്പം ഏറൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഏറ്റവും കുറഞ്ഞത് പൊട്ടാൻ നിൽക്കുന്ന ബോംബ് പോലെ നിങ്ങൾ ഇങ്ങനെ ആൾ നിന്നാണ് ഇങ്ങനെ നിന്നിട്ട്. അപ്പൊ ഭാര്യ അപ്പൊ പറയും നിങ്ങൾ വന്നിട്ടില്ലേ മനുഷ്യ. അപ്പൊ മനുഷ്യ എന്ന് പറഞ്ഞതായി പ്രശ്നം. ഇങ്ങനെ മനുഷ്യൻ വിളിച്ച് ആകെ പ്രശ്നമായി. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഷെയറിങ്ങിന് ഇടം കൊടുക്കണം, ഇമോഷൻ സ്വാതന്ത്ര്യം കൊടുക്കണം. അങ്ങ് ദേഷ്യമായിട്ട് തീർന്നോട്ടെ, സങ്കടമായിട്ട് തീർന്നു. ദേഷ്യവും സങ്കടമൊക്കെ പുറത്തു പോകുന്നത് പോസിറ്റീവാ. അത് ഉള്ളിലേക്ക് പിടിച്ചിരുന്ന 5 കൊല്ലം മാനസിക രോഗിനെ കിട്ടും. ഷെയറിങ്ങിന് അവസരം കൊടുക്കും. എല്ലാ രാത്രിയും പറ്റുവാണെങ്കിൽ ഭാര്യയും ഭർത്താവും പിടിച്ചു കൊടുത്ത് ഒരു 10-11 മണിക്കൊക്കെ ഒരു 10 മിനിറ്റ് വെറുതെ വർത്താനം പറഞ്ഞിരിക്കുക. 10 മിനിറ്റ്. ഫിൻലാൻഡിലൊക്കെ സ്കൂളിൽ നിയമം അത്. എന്താ, പിള്ളേരുടെ ഡയറി രാവിലെ തന്നെ ടീച്ചർ പരിശോധിച്ച് നോക്കും. അപ്പൊ സ്റ്റോറി ടൈം ഉണ്ടോ എന്ന് നോക്കും. എന്താ സ്റ്റോറി ടൈം? TV ഓഫാക്കി, മൊബൈൽ ഓഫാക്കി, ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് മുഖത്തോട് മുഖം നോക്കി എന്നിട്ട് പറയാ, നീ മെമ്പറൊക്കെ ആയതിനു ശേഷം ഗ്ലാമറൊക്കെ കൂടിനല്ലേ. അത് കിട്ടേണ്ടതാ. വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് വരുന്നെങ്കിലും കിട്ടിയ പ്രശ്നം. ഞാനിത് അനുഭവത്തിൽ പറയാ. എനിക്കത് ഒരുപാട് ഷെയറിങ്ങിന് അവസരം ഉണ്ടാക്കണം. ആകാശത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന വട്ടത്തിലുള്ള ചന്ദ്രനെ നോക്കിയിട്ട് ഭാര്യയോട് ഭർത്താവ് പറഞ്ഞു, അതേ ചന്ദ്രനെ കണ്ടോ, അതിന്റെ വികസനത്താണ് അതിന്റെ സൗന്ദര്യമോ. അപ്പൊ ഭാര്യ, ഇപ്പൊ ഞാനെന്താ ചെയ്യട്ടെ? ഭർത്താവിന്റെ അടുത്ത വർത്താനം, സത്യത്തിൽ എന്റെ മുഖം അതുപോലെ തന്നെയാണ്. അപ്പൊ അടുത്ത ഡയലോഗ് ഉണ്ട് നിങ്ങളെടുത്ത്, വെറുതെ ആക്കല്ലേ. അപ്പൊ തിരിച്ചങ്ങോട്ട്, നിന്നോടല്ലാണ്ട് ഞാൻ ആരോടാ? നിങ്ങൾ ഈ സാധനം വർക്ക് ചെയ്യില്ല. ഇത് ശിശുവിനെ ഉണർത്തുക എന്നാ പറയാ. നിങ്ങൾ ഇപ്പൊ ചിരിച്ചില്ലേ, കുറെ നേരം ഇങ്ങനെ ചിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ശിശുവിനെ ഉണർത്തിയാൽ ബന്ധം പുഷ്കണാവും. ഭർത്താവ് ഇങ്ങനെ അടർത്തിക്കൊരു അപ്പൊ ഭാര്യ പഞ്ചായത്ത് മെമ്പറായ അതിന്റെ അകത്ത് മക്കള് ഇതിന്റെ അകത്ത് എങ്ങനെ രക്ഷപ്പെടാന്ന് വെച്ചിട്ട് പലതും ഒളിച്ചോടിക്കളയും. ചിരിക്കും, സന്തോഷിക്കും, കരയാൻ സ്പേസ് കൊടുക്കും, പൊട്ടിക്കരയട്ടെ, ചിരിക്കാൻ സ്പേസ് കൊടുക്കും, പൊട്ടിച്ചിരിക്കട്ടെ, കുഞ്ഞു കുഞ്ഞു കളികളിൽ ഏർപ്പെടുക, തമാശയിൽ ഏർപ്പെടുക. ആൻഡ് 10 മിനിറ്റ് നിങ്ങൾ ഫീലിംഗുകൾ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുത്താൽ തലച്ചോറ് ഊഷ്മളമാക്കി നിൽക്കുന്നു. ആ സമയത്തോടെ തലച്ചോറൊക്കെ ഊഷ്മളമായി നിന്ന് ഷെയറിംഗ് ഒക്കെ കൊടുത്ത്, ഹിയറിംഗ് ഒക്കെ കൊടുത്ത്, അങ്ങനെയുള്ള ഇടപെടലിലൂടെയും സമ്പർക്കത്തിലൂടെയൊക്കെ ഒരു കുഞ്ഞൊക്കെ ജനിച്ചു പോയാൽ കുറെ കാലങ്ങളിൽ നല്ല പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആക്കാൻ പറ്റും. അത്ര പവർ ഫ്രീ. മൂന്നാമത്തെ റിങ് എന്ന് പറയുന്നത് കെയറിംഗ്. പലർക്കും കിട്ടാത്ത ചെറിയ കാര്യം കൊണ്ട് നടക്കുന്നതാണ് കെയറിംഗ് എന്ന് പറയുന്നത്. ചെറിയ കാര്യം കൊണ്ട് പലർക്കും ചെറുതൊന്നും അറിയില്ല. എല്ലാവരും വലുതിന്റെ പിന്നാലെ പോവാ. കാറൊന്നും നന്നാക്കാൻ നോക്കുക, വീടൊന്നും അപ്സ്റ്റെയർ എടുക്കാൻ നോക്കുക, ഓരോ റൂം AC ആക്കാൻ നോക്കുക, പിന്നെ ടോയ്ലറ്റൊക്കെ ഒന്ന് വലുതേ ചിന്തിക്കുള്ളൂ. ഇത് കല്യാണത്തിന് ഒരു സാരി ഒക്കെ വാങ്ങിച്ചു കൊടുത്തു, വലുത്. അത് കുഞ്ഞു കാര്യം. വീട്ടിലേക്ക് കയറി ഭാര്യയിലേക്ക് വരുന്നുണ്ടെങ്കിൽ എന്തോ തലവേദന ഉള്ള മാതിരി ഉണ്ടല്ലോ. എടാ അമ്മക്കെന്തോ ഉമ്മക്കൊരു തലവേദന ഉണ്ടെന്ന് നോക്കട്ടോ, നമുക്ക് ചായ നമുക്ക് ഉണ്ടാക്കാം. എല്ലാവരും കൂടിയാ ചെറിയ കാര്യങ്ങൾ തലവേദനയുടെ അടുത്ത് ഒന്നും വന്ന് തടങ്ങി കൊടുത്താൽ ഭർത്താവിനും ഉണ്ടത്. ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോ ഇയാള് 100 ടെൻഷൻ അനുഭവിച്ചു വരികയല്ലേ. ഇത് ഭാര്യ ഇങ്ങനെ ഭാര്യ മുന്നിലൊക്കെ വന്നിരുന്നത് എന്താ നിങ്ങൾക്ക് ഒരു വല്ലായിക തോന്നുന്നത്, നമുക്ക് സംസാരിക്കട്ടെ, ഞാൻ പണി തീർത്തിട്ട് വരുന്നേ. അത് 65 വയസ്സായാലും ഉണ്ടാവും, 65 വയസ്സായാലും ഉണ്ടാവും. ഖുർആനില് ഒരായി സുഖു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം. ഖുർആനിൽ 2 പദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മവദ്ദത്ത്, മറ്റൊന്ന് റഹ്മത്ത്. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടം, സ്നേഹം. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യം. അത് ആർക്കുള്ളതാ? കുറച്ച് പ്രായമൊക്കെ ആവുമ്പോ കരുണ കൊണ്ട് മാത്രം ഇതിനെ ബന്ധിപ്പിച്ചു കൊണ്ടുപോകണം. കാരുണ്യമില്ലാത്ത വീട് വരണ്ട മരുഭൂമിയിലാണ്. അവിടെ യുദ്ധമുണ്ടാകും, അവിടെ തീക്കാറ്റുണ്ടാവും, അവിടെ ജലം കിട്ടാണ്ട് മനുഷ്യൻ ബുദ്ധിമുട്ടും, അവിടെ മനുഷ്യന് അസ്വസ്ഥതകൾ ഉണ്ടാവും.
അതുകൊണ്ട് കരുണ കൊണ്ട് നമ്മൾ ചേർത്ത് വെക്കണം, അതിൽ കെയർ ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം വീണ്ടും ആവർത്തിക്കുന്നു. 2 മക്കളുണ്ട് കേട്ടോ വീട്ടില്. പഞ്ചായത്ത് മെമ്പർ പുറത്തു പോയിട്ട് വരുമ്പോൾ 2 മനുഷ്യകൊണ്ടാണ്. ഭർത്താവ് ഇതിനെല്ലാം നോക്കി നിൽക്കുക. വൈകുന്നേരം തന്നെ വന്നിട്ട് തിരിച്ചു പറയാം, ഭാര്യ വീട്ടിലുണ്ട്, ഭർത്താവ് 2 മനുഷ്യകൊണ്ടാണ്, 2 മക്കൾക്ക് ഓരോന്നിനും ഓരോ മനുഷ്യൻ കൊടുത്തു. ഭാര്യ അടുക്കള നോക്കി, നമുക്കൊന്നുമില്ല, നമുക്ക് 5 മാത്രം. പകരം 3ാമത്തെ മഞ്ചും കൂടി വാങ്ങിയിട്ട് കുട്ടിയൊക്കെ ഓരോന്നോട് നമുക്ക് 2 ഷെയർ ചെയ്യുക. നിങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരും ചില മെമ്പർമാരല്ലേ, പഞ്ചായത്ത് മെമ്പർമാരിന് 5 രൂപേൻ്റെ മഞ്ച് വാങ്ങിയിട്ട് 3 വാങ്ങിയിട്ട് 1 ഹസ്ബൻഡിനും കൊടുത്തു. നിങ്ങൾ കുറേ നേരമായാലും മഞ്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാ. എക്സ്ചേഞ്ച് ഓഫ് ഫീലിംഗ്, കെയറിങ്. ഇത് സ്ത്രീകൾ വളരെ നന്നായി. നിങ്ങൾ ഈ മെമ്പറൊക്കെ ആയി വിചാരിച്ചിട്ടും നമുക്ക് ഇതൊക്കെ വളരെ സമർത്ഥമായി ചെയ്യാൻ പറ്റുമോ? നമുക്ക് ചോറ് ഞാനവിടെ വെച്ച് വെച്ചിട്ടുണ്ട്, 10 മണിക്ക് മീറ്റിംഗ് നിങ്ങൾ എടുത്ത് കഴിച്ചേക്കണമെന്ന് വിചാരിക്കുന്നു. വാട്സപ്പിലൊരു മെസ്സേജ് അടുത്ത് കഴിച്ചേക്കണം, പോകുന്നുണ്ട്, നിങ്ങളെ നമ്മൾ വിളിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. ആയിഷക്ക് തലവേദന ഒരു കഥ പറയാറുണ്ട്. ആയിഷക്ക് തലവേദനയായപ്പോ കിടക്കുന്ന ആയിഷയുടെ അടുത്തേക്ക് പിന്നെ ഭർത്താവ് ഉച്ചക്ക് ചോറ് മാത്രം ഉണ്ടാക്കി. ഭാര്യ ഭർത്താവ് 1 മണിക്ക് വരും, കറി ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല, വയ്യ കിടന്നു. അപ്പൊ അപ്പുറത്തെ വീട്ടിലെ രമണിയോട് വിളിച്ചിട്ട് പറഞ്ഞു, രമണി നീ ഉണ്ടാക്കിയില്ലേ, കുറച്ച് കറിയും കൊടുത്തയക്കണേന്ന്. നല്ല സംസ്കാരം. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു നാടുകളിൽ നടന്നിരുന്നത്. ഇന്നിപ്പോ കറിക്ക് ചോദിച്ചാൽ കറിന്റെ റെസിപ്പി വാട്സപ്പിൽ അയച്ചത്, ലിങ്ക്. കറി വരില്ല, ആളുകളൊക്കെ ലിങ്കില്ല. അപ്പുറത്ത് വീട് ഞാനൊക്കെ 100 മീറ്റർ അപ്പുറമുള്ള വീട്ടിൽ പോയിട്ട് ചെകിരിയിൽ തീ വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടായിരുന്നു. 1ാം ക്ലാസ്സില് നമുക്ക് എഴുതാനറിയില്ല, വായിക്കാനറിയില്ല. 1ാം ക്ലാസ് പഠിക്കുന്ന മോനെ അയച്ചു ചെകരിയും കൊണ്ട് തീ വാങ്ങാൻ. എന്തിനാ? ആ വീടും ഈ വീടും തമ്മിലുള്ളൊരു സാംസ്കാരികമായ ബന്ധം. അപ്പുറത്തെ വീട്ടിലെ തീക്കനൽ ഊതിയിട്ട് ഇപ്പുറം തീ, അപ്പുറത്തെ വീട്ടിലെ ചോറിന്റെ പാത്രം അങ്ങനെ തന്നെ ഇപ്പുറത്തും. മരിച്ചാൽ പോലും വാട്സപ്പിൽ വീഡിയോ അയക്കുന്ന കാലം, ഒന്നും പോയി നോക്കാൻ നേരമില്ല. അപ്പൊ ഞാൻ പറയുന്നത്, അപ്പുറത്തെ രമണിയുടെ കറി ഇപ്പുറം കൊണ്ടുവച്ചു ആയിഷ ഒരു പ്ലേറ്റിൽ വെച്ചു. എന്നിട്ടൊരു അച്ചാറിന്റെ ബോട്ടിലും അവിടെ വെച്ച് സ്പൂണും വെച്ചിട്ട് കിടക്കുന്ന ഭാര്യ വന്ന് കയറി കൊടുത്തതിന് ഭർത്താവിനോട് കിടന്നെടുത്തെന്ന് പറഞ്ഞു, ഉള്ളതും കൂട്ടി കഴിച്ചേക്കാണ്, ഒന്നും വിചാരിക്കല്ലോ, ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇയാൾ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു ചോറ് ഭാര്യ വായിലിട്ട് അപ്പൊ തന്നെ പറഞ്ഞു, നല്ല കറി, തലവേദനയാവുമ്പോൾ ഇതിന്റെ കറി നന്നാണ്. ആയിഷന്റെ നിലതെറ്റി കിടന്നിരുന്നു. അവിടെ തലവേദന കൂടി. കാരണം 15 കൊല്ലായി മനുഷ്യന്റെ കൂടെ ഒന്നിച്ച് ഉണ്ണുന്നു, കിടന്നു. ഇതുവരെ എന്റെ കറിക്ക് നല്ലത് പറഞ്ഞിട്ടില്ല, രമണിന്റെ കറിക്ക് നല്ലത്. ഇയാൾ ഈ കിടന്നെടുത്ത് നിന്ന് ഊഹ കച്ചവടം പെരുപ്പിക്കാൻ തുടങ്ങി. അയാൾ ചിന്തിക്കാൻ തുടങ്ങി, അതല്ലേ ഇടയ്ക്കൊക്കെ ഗേറ്റിന്റെ അടുത്ത് സ്കൂട്ടർ ഒന്ന് ഓഫാക്കലും പിന്നെ ഒരു ഓണ അടിക്കലും പിന്നെ ഒന്നും കൂടി ചിന്തകൾ. ഇതെന്താ സംഭവിച്ചു പറഞ്ഞാല്, ഈ സ്ട്രോക്കുകൾ എന്ന് പറയും. സ്ട്രോക്കുകൾ കൊടുത്തിട്ടാണ് നിങ്ങളെ ബന്ധത്തിന് ഇങ്ങനെ നിലനിർത്താൻ. എന്താ സ്ട്രോക്ക്? നീ കുറച്ച് നേരത്തെ എത്തിയല്ലോ എന്ന് പറഞ്ഞു. സ്ട്രോക്കാണ്. നീ ഉണ്ടാക്കിയ കറി നല്ല രസമൊന്നും കേട്ടാ, വെറുതെ അങ്ങനെ പറയും. ഏതാളുടെ ഉള്ളിലാണ് ഇത് ആഗ്രഹമില്ലാത്തത്? എന്റെ 3ാം ക്ലാസ് പഠിക്കുന്ന മോള് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, അനങ്ങാണ്ടിരിക്കണേന്ന് പറഞ്ഞു. ഇയാളെന്താ ചെയ്യാൻ പോകുന്ന എനിക്ക് മനസ്സിലായില്ല. അനങ്ങാണ്ടിരിക്കണം എന്ന്, മുഖം അനക്കാൻ പാടില്ല. ഞാനിങ്ങനെ ഇരുന്നു. അപ്പൊ ഞാനിങ്ങനെ സ്പെക്സ് ഒക്കെ വെച്ചിട്ടിരിക്കുക. ഞാനൊരു ബനിയൻ ഇട്ടിരിക്കുന്നു. ഇയാള് 3-4 മിനിറ്റ് കൊണ്ട് എന്നെ കൃത്യമാണ് ഇതില് വരച്ചിട്ട് കൃത്യമാണ്. ഞാൻ കുട്ടിക്കൊരു ഗിഫ്റ്റ് കൊടുത്തു. എന്താ കാര്യം? അയാളുടെ പെർഫോമൻസ്. നിങ്ങള് മക്കളെ നേരെയാക്കണോ, കുടുംബത്തിനെ നേരെയാക്കണോ, ഭാര്യയെ നേരെയാക്കണോ, ഭർത്താവിനെ നേരെയാക്കണോ, നമ്മൾ ശീലിക്കേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞാല്, പോസിറ്റീവായത് നല്ലത് കാണുമ്പോൾ എടുത്ത് പറഞ്ഞേക്കുക. നല്ലതാണ് നിങ്ങൾ എടുത്തു പറയുന്ന ഒരു ശീലമുണ്ടോ, നമ്മളെ ഹൃദയബന്ധം കൂടും, വിശ്വാസം കൂടും. പല ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയിൽ, പ്രത്യേകിച്ച് സാമൂഹ്യ പ്രവർത്തകരായ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സംഭവിക്കുന്ന ഒരബദ്ധം, നിങ്ങളുടെ ഈ നാട്ടിൽ അത് ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ അതൊക്കെ കൂടി മനസ്സിലാക്കാൻ ഞാൻ പറയുന്നത്, ഞാൻ വിശ്വാസത്തിന്റെ ഇടയിൽ ചെറിയ വിള്ളലുണ്ട്. സോ ഡേഞ്ചറസ്, വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ് ഈ വിശ്വാസം നഷ്ടപ്പെടുക എന്നുള്ളത്. കാരണം
ഞാൻ പറഞ്ഞു ഐയും ചേർന്നാൽ എന്താ ഉണ്ടാവുക? I + I = B. ഭാര്യ ഒരു ഐ ആണ്, ഭർത്താവ് ഒരു ഐ ആണ്, ഒരാളാണ്. ഇംഗ്ലീഷിലെ ഐ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും ചേർന്നിട്ട് വിവാഹ ബന്ധത്തിലൂടെ ഉണ്ടാകുന്നതാണ് വി. എന്നാൽ മലയാളത്തിൽ നിങ്ങൾ ആ വി കൊണ്ട് തുടങ്ങുന്ന എല്ലാ നന്മകളും നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നതാണ്. വിജ്ഞാനം ഭാര്യക്കും വേണം, ഭർത്താവിനും വേണം. വിനയം അത് വേണം. വിധേയത്വം, നീ എന്റേതാ, എന്റെ പ്രശ്നങ്ങളും എന്റേതാ, എന്റെ വിചാരവികാരങ്ങളും എന്റേതാ. നമ്മൾ രണ്ടല്ല. വി, വിശ്വാസം അതിലേറെ പ്രധാനം. വിനയം, വിധേയത്വം, വിവേകം. ഞാനതാ പറഞ്ഞത്. ഞാൻ വലിയ വിവരം ഉണ്ടാക്കിയ കാര്യമില്ല. നിങ്ങൾ വിവേകം കാണിക്കണം. ഇപ്പൊ പറയണം തോന്നുന്നത് ഇപ്പൊ തൽക്കാലം പറയേണ്ടാന്ന് വെക്കണം. നല്ല സമാധാനം കിട്ടും. ചില ആൾക്കാർ അപ്പൊ തന്നെ വാട്സപ്പിൽ കറക്കി കൂട്ടിയിട്ട് ഓടിയോടലുണ്ട് വല്ലാത്ത, എന്നിട്ട് മുഴുവൻ നശിപ്പിച്ചിട്ടില്ല. ഒന്ന് ചിന്തിക്കുക, ഇപ്പൊ തൽക്കാലം പറയണ്ട, നാളെ നേരപ്പെടുക്കട്ടെ. ലീഡേഴ്സിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി വിവേകം, വിമോചനം. രണ്ടാൾക്കും ഒരു സ്വാതന്ത്ര്യം കിട്ടിയ, ഒരു സന്തോഷം കിട്ടിയ പോലെ. വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് എന്താ? ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയിൽ പിണക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പിണക്കങ്ങളെ വീണ്ടെടുക്കാനുള്ള മനസ്സ് ഇടക്കിടക്ക് നടക്കേണ്ടത് വരും. വീണ്ടെടുപ്പ്. 3 കൊല്ലമായിട്ട് പരസ്പരം ഇണ്ടാത്ത ഭാര്യയും ഭർത്താവിനെയും ഞാൻ കണ്ടു. ഇവിടുത്തെ 4 കിലോമീറ്റർ അങ്ങോട്ട് വരച്ചാൽ ആ സ്ഥലത്തെത്തുന്നുണ്ട്. 3 വർഷം തുടർച്ചയായിട്ട് ഉണ്ടാത്ത ഭാര്യ ഇടയിൽ എങ്ങനെയാണ് ജീവിച്ചു ഇപ്പോഴും ഉണ്ട് കുടുംബത്തിൽ. എന്താ കാര്യം? വീണ്ടെടുപ്പിന് തയ്യാറല്ല. ആരെങ്കിലും ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ വിശ്വാസം പൊട്ടിപ്പോകുന്നു. നിങ്ങളുടെ കൂട്ടത്തില് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിണങ്ങാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും അവർക്ക് കൊടുക്കാനല്ല അതിന്റെ അർത്ഥം. നിങ്ങൾ മര്യാദക്ക് ഇണങ്ങിയില്ല എന്നതിന്റെ അർത്ഥം. നിങ്ങൾ ഇണങ്ങിയിട്ടുണ്ടോ? എന്തുവരും? പിണക്കം സ്വാഭാവികമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ വിശ്വാസം തകരുമ്പോൾ ഉണ്ടാകുന്ന അപകടാവസ്ഥയെ നിങ്ങൾ സൂക്ഷിക്കണം. അതൊരു മാനസിക, അതൊരു സൈക്കോസ് എന്നാണ് പറയുന്നത്. ചില ആണുങ്ങൾ വീട്ടിലേക്ക് കയറി വന്ന ഭാര്യ അവർ കുളിക്കാൻ പോകുന്ന സമയത്ത് നല്ല പറയും മക്കളോട് പിന്നെ കോൾ രജിസ്റ്ററിൽ പരിശോധിച്ചു നോക്കി, പോകുന്ന പ്രശ്നമില്ല. അപ്പോ ഭർത്താവ് എന്ത് ചെയ്തിരിക്കുന്നു പറഞ്ഞാല്, ഭർത്താവ് ഈ ഫോണിൽ ചിലപ്പോ പേരൊക്കെ മാറ്റിയിട്ട് രമേശ് ചെന്നിത്തലാമോ എന്ന് വേറെന്തോ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. മുതിർന്ന നേതാവിന്റെ പേരൊക്കെ വെച്ച് ആവശ്യമില്ലാത്ത തോന്നലുകളാണ്. ഭർത്താവ് വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ നോക്കി മുറ്റത്ത് സ്കൂട്ടറിന്റെ അടയാളം വല്ലതുണ്ടോ? എത്ര വീട്ടിൽ സൈക്കിക്കായി ജീവിക്കുന്ന ഭാര്യയും ഭർത്താവുണ്ട്. ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയിൽ ഏറ്റവും ആദ്യം വേണ്ട ഒരു സംഗതി വിശ്വാസമാണ്. വിശ്വാസം പ്രസംഗിച്ചുകൊണ്ട് വിട്ടില്ല. എനിക്ക് എന്റെ മുമ്പിൽ എല്ലാം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ തരുന്നുണ്ട്. നിന്റെ പ്രശ്നങ്ങൾ എന്റെ പ്രശ്നം കൂടിയാണെന്ന് ബോധ്യപ്പെടുത്താനാണ് വിശ്വാസം തുടങ്ങുന്നത്. അല്ലെങ്കിൽ മനസ്സിൽ തുറന്നു പറയാനുള്ള സ്പേസ് ഉണ്ടാവില്ല. ലക്ഷണങ്ങളെ കൊണ്ട് ഇപ്പം ഒരു ദിവസം ചില നാട്ടിൻപുറത്തൊക്കെ ഷോപ്പ് പീഡിയക്കാരാണ് ഈ നാട്ടിന്റെ വീട്ടിന്റെ കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. അപ്പൊ ഒരു ദിവസം ഒരാൾ ഭർത്താവ് വീട്ടിൽ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നേരം പറഞ്ഞു, ഞാൻ പറഞ്ഞതൊന്നും നീ പറയണ്ട, പിന്നെ ഞാൻ ഒന്നും വിചാരിക്കും വേണ്ട, ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. ആരോ ഇന്നലെയും ഇന്നുമായിട്ട് വീട്ടിന്റെ അടുക്കള ഭാഗത്തൊക്കെ ഇങ്ങനെ വന്ന് നോക്കുന്ന ഞാൻ കണ്ടില്ല. 10 മണി സമയമായി. ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ, അങ്ങനെ അവർക്ക് പറഞ്ഞു. ഈ മനുഷ്യൻ വീട്ടിൽ പോയി ചോറ് തിന്നില്ല, ഭക്ഷണം കഴിച്ചില്ല, മര്യാദക്ക് സംസാരിച്ചില്ല, വാരി കഴിക്കാത്തെന്ത് പറ്റി? പിണക്കായി. അങ്ങനെ കേട്ട പാതി കേൾക്കാതെ പാതി നമ്മൾ കൊണ്ടിടരുത് വീട്ടിൽ. സത്യത്തിൽ എന്താന്ന് പറഞ്ഞാൽ വീട്ടിൽ പുതിയ പെയിന്റ് ചെയ്തത് പെയിന്റർ പറഞ്ഞു, നിങ്ങളാ പോകുമ്പോൾ ഷോപ്പിന്റെ വലുതുഭാഗത്തുള്ള വീട്ടിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കിക്കോ, എന്റെ ഷെയ്ഡിൽ ഇഷ്ടായിരുന്നു, നമുക്കത് വാങ്ങാം. അപ്പൊ പിറ്റേന്ന് വന്നതോ അടുക്കള ഭാഗത്തെ പുതിയ ഷെയ്ഡ്, അത് നോക്കാൻ വിട്ടുപോയില്ല, അതും കൂടി നോക്കാൻ നേരത്തിൽ ആൾ വെറുതെ ഒന്ന് നോക്കിയതാണ്. നമ്മൾ ഈ ലക്ഷണങ്ങളെ വെച്ചിട്ട് ആവശ്യമില്ലാതെ കാര്യത്തിലേക്ക് പോകുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ
ഉള്ളി കണ്ടിട്ടില്ലേ? ഉള്ളി കയ്യിലെടുത്ത് നോക്കിയാട്ടെ നിങ്ങള്, അതിനെ തൊലിച്ചാൽ അതിന് ഒരു തൊലിയാണ്, പിന്നെയും തൊലിയ, അവസാനം ഒന്നുമില്ല. ഉള്ളി എന്ന് പറഞ്ഞ സാധനം എത്രയാ മനുഷ്യരെ കരയിക്കുന്ന സാധനം, എത്രയാ വില കൂടുതലും കുറഞ്ഞിട്ട് കുടുംബത്തിന്റെ ബഡ്ജറ്റിൽ താളം തെറ്റിക്കുന്ന സാധനം. പക്ഷെ സത്യത്തിൽ ഇതിന്റെ അകത്തൊന്നുമില്ല. പക്ഷെ ഒന്നുമില്ല എന്ന് മനസ്സിലാകണമെങ്കിൽ അതിനെ ഒന്ന് അഴിച്ചു നോക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വീട്ടിന്റെ അകത്ത് സംശയത്തിന്റെ എന്തെങ്കിലും ഒരു നേട്. ഒരു ദിവസം ഒരു ഭർത്താവ് ഫോണ് വന്നപ്പോ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു നേരം ഫുഡ് കഴിക്കുന്നത് നല്ലതാണോ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭർത്താവ് ഫോണ് മുട്ടത്തേക്ക് കുറേ നേരം സംസാരിച്ചു. ഭാര്യ ഈ ഫുഡൊക്കെ ആളെ വെച്ചിട്ട് പോയി ബെഡിലേക്ക് അങ്ങ് വീട് പെട്ടെന്ന് മരിച്ച വീട് പോലെയായി. ഭർത്താവ് കയറി വന്ന് നോക്കുമ്പോൾ കുട്ടികളും കഴിച്ചിട്ടില്ല, ഭാര്യയും കഴിച്ചിട്ടില്ല, എല്ലാം ഓരോ റൂം പോയിട്ട് വീണിരിക്കുന്നു. ഭാര്യ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു ഇയാൾ ഈ ഫോൺ കൊണ്ട് പോകാൻ കാരണം ഇയാൾക്ക് എന്തോ ഒരു വേറെ. സത്യത്തിൽ ഇയാള് കഫീല് ഗൾഫിൽ ജോലി കൊടുക്കുന്നതാണ്. അയാളെ ഫോൺ വന്നുകൊണ്ട് റേഞ്ച് കിട്ടാൻ വേണ്ടി വീട്ടിന്റെ ഗേറ്റിന്റെ പുറത്തു പോയതാണ്. ഇവള് വിചാരിച്ചു വളരെ സകല കൺക്ലൂഷൻ, പെട്ടെന്ന് കൺക്ലൂഷനിലേക്ക് തീരുമാനിക്കുക, എന്നിട്ട് അത് അങ്ങനെ തന്നെ വിശ്വസിക്കും. എത്രയോ ആളുകൾ അങ്ങനെയുള്ള അപകടങ്ങളിലേക്ക് പോകും. അപ്പോ ഇത് നിങ്ങൾ തൊലിക്കാൻ തയ്യാറാവും, ഉള്ളിത്തെ തൊലി സംസാരിക്കാൻ തയ്യാറാവും. അങ്ങനെ എന്തോ ഒരു കാര്യത്തിനൊന്നും വിചാരിക്കല്ലേ. ഞാനിങ്ങനെ ചോദിക്കാൻ എന്നോട് എന്റെ ഫോണിൽ അങ്ങനെ ഒരു മെസ്സേജ് ഒക്കെ വന്നപ്പോ എനിക്ക് ഒരു വിഷമം. പറഞ്ഞ് ക്ലിയർ ആയേക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർത്തേക്കുക. ധാരാളം ആളുകൾ വിളിക്കാൻ ചാൻസ് ഉണ്ട്, മെസ്സേജുകൾ വരാൻ ചാൻസ് ഉണ്ട്, ഗ്രൂപ്പുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളെ ഇമോഷണൽ ലെവൽ മാറും. പഴയ അവസ്ഥയിലല്ല നമ്മളിപ്പോ നിൽക്കുന്നത്. ആ സമയത്ത് സംസാരിക്കുമ്പോൾ വികാരങ്ങളെ പുറത്ത് ചാടിക്കുക. നമുക്ക് എന്ത് സംസാരിക്കാം, പക്ഷെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ വികാരങ്ങളെ പുറത്തേക്ക് ചാടിക്കാൻ പാടില്ല. അങ്ങനെ വികാരങ്ങളോട് കൂടി പുറത്ത് ചാടിച്ചാൽ മറ്റേ ഇങ്ങോട്ടേക്ക് അത് കാണും. സമയം എത്രയും ചോദിച്ചാൽ രണ്ട് രീതിയിൽ പ്രതികരിക്കാം. സമയം എത്രയും ചോദിച്ചാൽ രണ്ട് രീതിയിൽ പ്രതികരിക്കാം. ഒന്ന്, സമയം 8:20 എന്ന് പറയാം. രണ്ട്, നിങ്ങളെ കൈമൽ എന്താ വാച്ചില്ലേ എന്ന് ചോദിക്കാം. ഇതിലേതാ നല്ലത്? പല ആൾക്കാരുടെയും പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ സമയം എത്രയും ചോദിച്ചാൽ തിരിച്ചു മുട്ടുകൊടുക്കാനാണ് ഇഷ്ടം. ഞാൻ ഒരു ഉദാഹരണം പറയാം. നീ ഒന്ന് ഡ്രസ്സ് മാറി നിൽക്കേ, നമുക്കൊന്ന് പുറത്തൊക്കെ പോകാം, കുട്ടികളെ കൂട്ടിയിട്ട് പറ്റുവാണെങ്കിൽ ഉമ്മമാരുടെ വീട്ടിൽ പോകാം, ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാമെന്നുള്ള ഭർത്താവ് ഒരു ചാൻസ്. ഭാര്യ ഭർത്താവ് മക്കളൊക്കെ ഇങ്ങനെ കാത്തുനിന്നു. ഇത് വിളിച്ചു നോക്കിയിട്ട് ഫോൺ എടുക്കുന്നില്ല. നോക്കുമ്പോൾ ഒരു കമ്മിറ്റി ആയിട്ട് മറ്റേ കമ്മിറ്റി മീറ്റിംഗിൽ പോയി വീണിരിക്കുന്നു. ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. 8:30 മണിയായാലും വിളിച്ചിട്ട് പറഞ്ഞു എന്തെങ്കിലും ഉണ്ടാക്കണേ. അവസ്ഥ ആലോചിച്ച് നോക്കിയിട്ട് വരുന്ന ഭർത്താവിന്റെ മുമ്പിൽ പാത്രം കൊടുത്തിട്ട് ഒച്ച ഉണ്ടാക്കലും ഗ്ലാസ് എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കലും ആകെ വലിക്കലും അടയ്ക്കലും ഒക്കെ ആയിട്ട് ഒരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ. ഇവിടുത്തെ കാര്യം ശ്രദ്ധിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നാട്ടുകാരെ കാര്യം ശ്രദ്ധിക്കാനല്ലേ നേരമുള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻ. അപ്പോ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അങ്ങോട്ട് കൊടുത്താൽ അതൊരു മിസൈലാണ്. അങ്ങനെ ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ആയി കിട്ടും. എന്താ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് വന്ന? അപ്പൊ നിന്റെ കാര്യം നോക്കാനായിട്ട് ആരോ ഉള്ള മാതിരി ഉണ്ടല്ലോ. ക്രോസ് ആകുകയാണ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ ക്രോസ് ആകുക. ഞാൻ എന്തെങ്കിലും പറഞ്ഞാലേ ഇവിടെ പ്രശ്നമുള്ളൂ. ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ. നീ ഇങ്ങനെ പറയുന്നതല്ലേ പ്രശ്നം. കുട്ടികൾ ഇങ്ങനെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ കുട്ടികളുടെ അകത്ത് നിന്ന് ടെൻഷൻ അടിക്കാത്തോ അത് പകരം ക്വസ്റ്റ്യൻ മാർക്കുള്ള സെന്റൻസിനെ ഒഴിവാക്കിയിട്ട് പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറയുക. നിങ്ങളുടെ ഇമോഷനൊക്കെ എനിക്ക് കാണിക്കാം. ആ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകണം. ക്വസ്റ്റ്യൻ മാർക്ക് വെച്ചാൽ അത് മറ്റേ മനസ്സിന്റെ അകത്ത് നിങ്ങൾ കൊടുക്കുന്ന ഇടിയ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വർത്തമാനം പറയാം, എങ്ങനെ വേണമെങ്കിലും ഇടപെടണം. പക്ഷെ വികാരം അത് പിശാച. അതിന്റെ കൂടെ വികാരങ്ങളെ മിക്സ് ചെയ്ത് ശാന്തമായിട്ട് ഇപ്പൊ തൽക്കാലം കുളിച്ചിട്ട് വന്നിട്ടൊക്കെ ഒന്ന് വർത്താനം പറയും. ഇപ്പൊ പറയണ്ടെന്ന് തീരുമാനം. വികാരം മിക്സ് ചെയ്തിട്ട് വർത്താനം പറഞ്ഞു. അടി ഉറപ്പാണ്, വഴക്കുറപ്പാണ്. അത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന രീതിയിലേക്ക്
പോവുകയും ചെയ്യും. പിന്നെ മുറിവ് മാറ്റാനും മുറിവ് ഉണക്കാനും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ പോസിറ്റീവാണ് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം. നിങ്ങൾ സാമൂഹിക പ്രവർത്തനത്തിനൊക്കെ പോയിട്ട് വരുമ്പോൾ കിട്ടുന്നത് പോസിറ്റീവ് എനർജിയാണ്, ധാരാളം എനർജി. ആ എനർജി മതിയാവും നിങ്ങളുടെ കുടുംബത്തിനൊക്കെ. നിങ്ങളെപ്പോൾ ഒന്നിച്ച് ആലോചിച്ച് നോക്കുന്ന പോലെ ഉണ്ടല്ലോ, വർക്ക് ചെയ്ത് നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ കാര്യങ്ങൾക്ക് എല്ലാം ഒന്നിച്ചിട്ട് മാനേജ് ചെയ്ത് പോകാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത് കെയറിങ് കൊടുക്കുക, ഷെയറിങ് കൊടുക്കുക, ഫിയറിങ് കൊടുക്കുക. ചിലപ്പോൾ ഭാര്യയുടെ വസ്ത്രം നമ്മളൊക്കെ തയ്ച്ചു കൊടുക്കുകയൊക്കെ വേണ്ടി വരും ചില സമയങ്ങളിൽ. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാം. എന്നാൽ ബോറിങ് എന്ന് പറയുന്ന റിങ് നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിവാക്കണം. ഇതാണ് ഈ ദാമ്പത്യ ജീവിതത്തില്, കുടുംബ ജീവിതത്തില് നമ്മൾ സ്വീകരിക്കേണ്ട, പഞ്ചായത്ത് മെമ്പറാണെങ്കിലും അല്ലെങ്കിലൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ട ചില മര്യാദകൾ. ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ എന്നെ മുമ്പിൽ 8 മിനിറ്റാണ്. ഞാനതിങ്ങനെ ഈ രീതിയിൽ അവസാനിക്കും. കൊച്ചു കുട്ടികളോട് ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ മക്കൾ പറഞ്ഞു തരുന്നൊരു മറുപടി ഉണ്ട്. കുട്ടികളെ ഫാമിലി എന്ന് ചോദിച്ചാൽ എന്താ, കുടുംബം ചോദിച്ചാൽ എന്താന്ന് പറഞ്ഞാൽ മക്കൾ പറഞ്ഞു തരുന്ന ഒരു മറുപടി ഫാമിലിയിൽ ഇങ്ങനെ താഴോട്ട് എഴുതിയാൽ ഫാദർ ആൻഡ് മദർ ഐ ലവ് യു എന്ന് കിട്ടും. താഴോട്ട് എഴുതി ഫാമിലി ഫാദർ ആൻഡ് മദർ ഐ ലവ് യു. കുടുംബം എന്ന് പറയുന്നത് ഈ പ്രേമത്തിന്റെ സ്നേഹത്തിന്റെ ഇടങ്ങളാണ്. അത് കരുതലാണ്. അത് എത്ര പ്രായമുള്ള ആളുകൾക്കും വേണം ഈ സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹമാകട്ടെ ലക്ഷണങ്ങളെ കൊണ്ട് മാത്രം പുറത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരാൾ എന്നോട് പറഞ്ഞ ഭാര്യ ഞങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു അതിനെന്തായാലും അതെന്റെ ഉള്ളിൽ. ചില ആളുകളൊക്കെ പണ്ട് കത്തെഴുതുന്ന സമയത്തൊക്കെ എഴുതാറുണ്ട്, പ്രിയ എനിക്ക് നിന്നോടുള്ള ഇഷ്ടം എന്റെ ഹൃദയത്തിന്റെ അകത്ത് കൽബിനകത്ത് ഒരു പെട്ടി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തൊരു പെട്ടി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തൊരു പെട്ടി ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കാം. സത്യത്തിൽ ഒളിപ്പിക്കരുത്, അത് പ്രകടിപ്പിക്കണം. കുഞ്ഞുങ്ങൾക്ക് പ്രകടമാകണം, ഭാര്യയ്ക്ക് ബോധ്യപ്പെടണം, ഭർത്താവിന് ബോധ്യപ്പെടണം. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങളുടെ വീടിന്റെ അകം ഒരു സ്നേഹത്തിന്റെ ഒരു തറവാട്ടുപുരയാക്കി മാറ്റാൻ പറ്റും. സംസാരിക്കുന്ന, ചിരിക്കുന്ന, സമ്മാനം കൊടുക്കുന്ന, കേൾക്കുന്ന, വിശ്വസിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന, അംഗീകരിക്കുന്ന ഒരിടമാക്കിയിട്ട് നിങ്ങൾ മാറ്റാനുള്ള ഒരു പരിശീലനം, അതൊരു മനസ്സിന്റെ അകത്ത് നിങ്ങൾ വെച്ചുകൊണ്ടുപോകും. നീയത്ത് എന്നൊക്കെ പറയുന്നത് അങ്ങനെ വെച്ചുകൊണ്ടു. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ലോകത്ത് ഏത് അവസ്ഥയിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ കുടുംബത്തിന്റെ അകത്ത് അസ്വസ്ഥതകൾ ഉണ്ടാവില്ല, സമാധാനം മാത്രമേ ഉണ്ടാവൂ. അതിന്റെ തിരിച്ചറിവിനുണ്ടായി. ആ ഒരു തിരിച്ചറിവിലേക്കുള്ള പ്രയാണമാണ് ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഞാൻ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു അറബി പദം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതെന്താ പറഞ്ഞാൽ അതിന്റെ മലയാളം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. എന്താണോ നിങ്ങൾ ഇങ്ങോട്ട് കിട്ടാൻ ആഗ്രഹിക്കുന്നത് അത് അങ്ങോട്ട് കൊടുത്തിട്ട് തുടങ്ങുക. വിവാഹ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പ്രതീക്ഷയും താരതമ്യവും. ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ജീവിതത്തിൽ കടന്നു പോകുന്ന ഭാര്യയും ഭർത്താവും, താരതമ്യത്തിലേക്ക് എത്തുന്ന ഭാര്യയും ഭർത്താവും, രണ്ടും അപകടമാണ്. കല്യാണമൊക്കെ കഴിക്കാൻ പോകുന്ന പിള്ളേർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, മക്കളെ വലിയ പ്രതീക്ഷ വെച്ചിട്ട് കല്യാണത്തിന് 6 മാസം മുമ്പേ ഭാര്യയും ഭർത്താവും ആവാൻ പോകുന്ന ബുദ്ധികൾ തമ്മിൽ എൻഗേജ്മെന്റ് ആയി അല്ലെങ്കിൽ സ്നേഹിച്ചു, എന്നിട്ട് അവര് ഫോണിൽ പാതിരാത്രിയോടെ വിളിക്കുന്ന സമയത്ത് ഭർത്താവ് പർവ്വതം പോലത്തെ വർത്താനം അങ്ങോട്ട് കാണില്ല, അവരുടെ തനി സ്വഭാവമൊന്നും കാണിക്കില്ല. ഭാര്യ ഐസ്ക്രീം പോലത്തെ വർത്താനം ഇങ്ങോട്ട്. അവർ വിചാരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് പഴുതിയും ഐസ്ക്രീം പോലത്തെ ആണെന്നാണ് വിചാരിക്കാം. കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ ഇവർക്ക് കുറേ ഉള്ളും മഴകളും മറ്റുള്ളവരൊക്കെ കുടുംബത്തിലേക്ക് കയറി വരുമ്പോൾ ഉണ്ടാകുന്ന കുറേ അസ്വസ്ഥതകൾ അനുഭവിക്കേണ്ടതില്ല. ദയവ് ചെയ്ത് നിങ്ങൾ വലിയ പ്രതീക്ഷകൾ ജീവിതത്തിന് കൊടുക്കരുത്. അസ്വസ്ഥതകളെയും കൂടി ഏറ്റെടുക്കലാണ് കുടുംബം എന്ന് പറയുന്നത് വിശ്വസിക്കണം. അപ്പൊ താരതമ്യം ഒഴിവാക്കും. എല്ലാവരും ഞാൻ അടുത്ത കാലത്ത് ഇങ്ങനെ വായിച്ചു, എല്ലാവർക്കും അപ്പുറത്തെ വീട്ടിൽ നല്ല ഭാര്യയുണ്ട്, അപ്പുറത്തെ വീട്ടിൽ നല്ല ഭർത്താവുണ്ട്. കാരണം നോക്കിയേ, ആ മനുഷ്യൻ നേരത്തെ വരുന്നുണ്ടല്ലേ, കണ്ടോ, ആ മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നതാണ്, ആ മനുഷ്യൻ സംസാരിക്കുന്ന കാണുന്നത്, ആ മനുഷ്യൻ. നിങ്ങൾ അങ്ങനെ എപ്പോഴും നമ്മൾ
താരതമ്യം ചെയ്തു തുടങ്ങുന്നുവോ അന്ന് നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് വെളിച്ചം ഉണ്ട്. നിങ്ങൾ കമ്പാരിസണൊന്നും പോകണ്ട. ഏതായാലും ഈ ബാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. അതൊരു ഉത്തരവാദിത്തമായി ആസ്വദിച്ച് കഴിയാനുള്ള തീരുമാനമെടുക്കുക. ഇന്ന് തന്നെ സംസാരിച്ചു തുടങ്ങുക. ഇങ്ങോട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ കഴിയുന്നതും അങ്ങോട്ട് കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടാവുക. ഹൃദയം കൊണ്ട് വേഗം ഒന്നിപ്പിക്കുക. എന്നാൽ ശരീരം കൊണ്ടുള്ള യോജിപ്പും തലച്ചോറ് കൊണ്ടുള്ള യോജിപ്പും ബാക്കി ഐക്യപ്പെടലുകളൊക്കെ ഒരുമിച്ചാകും. നിങ്ങൾ അങ്ങോട്ട് കൊടുക്കലാണ് ഏറ്റവും വേണ്ടതെന്ന് പറയാനുള്ള ഒരു കഥയും കൂടി പറയുമ്പോൾ എൻ്റെ ടൈമാവും. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. കഥ ഇങ്ങനെയാണ്. ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുന്ന ഭാര്യയാണ്. ഭാര്യയുടെ ഏറ്റവും വലിയ പ്രശ്നം ആരായിരിക്കും? ഭർത്താവിന്റെ വീട്ടിൽ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുന്ന ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഭർത്താവിന്റെ അമ്മയാണ്, ഭർത്താവിന്റെ ഉമ്മയാണ്. ഭർത്താവിന്റെ ഉമ്മ ഒരു 10-70 വയസ്സുണ്ട്. സകലതിനും പ്രശ്നം. തൊട്ടാലും എടുത്താലും അങ്ങനെ പറയുന്നത് എല്ലാറ്റിനും പ്രശ്നം. അപ്പോ ഭർത്താവ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭർത്താവിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഭർത്താവിനോട് പറഞ്ഞിട്ടും കാര്യമില്ല. ഭാര്യ ഒരു ദിവസം ഒരു ഹോമിയോ ഡോക്ടറെ അടുത്തേക്ക് പോകുന്നതാണ് രംഗം. ഒരു കഥ നെഗറ്റീവാണ്, പക്ഷെ പോസിറ്റീവായി വരും. പോയിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ തീരെ സ്വസ്ഥതയില്ല. കാരണം 75 വയസ്സുള്ള ഭർത്താവിൻ്റെ അമ്മയാണ് പ്രശ്നം. അതുകൊണ്ട് ഡോക്ടർ ചോദിച്ചു, ഞാനെന്താ ചെയ്യേണ്ടത്? അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും മരുന്ന് അല്ലെങ്കിൽ ഒന്ന് ഭൂമിയിൽ എടുക്കാനുള്ള ഒരു സൗഭാഗ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാവും. ഡോക്ടർ പറഞ്ഞു, ഞാൻ മനുഷ്യനെ ജീവിപ്പിക്കുന്ന ആളാണ്, മരിക്കൽ എൻ്റെ ഉത്തരവാദിത്തമല്ല, മരിപ്പിക്കാൻ ഞാൻ ചെയ്യാം. ആദ്യമായിട്ട് പറഞ്ഞപ്പോൾ ഈ ഡോക്ടർ കൊടുക്കുന്നത് 90 പൗഡർ പാക്കറ്റ് കൊടുക്കൂലേ ഹോമിയോ ഡോക്ടർ, അത് കൊടുത്തിട്ട് പറഞ്ഞു, പിന്നെ ഇത് കൊണ്ടുപോവുക, ചായയിൽ കലക്കിയിട്ട് കൊടുത്തോ, 90ാമത്തെ ദിവസം കക്ഷി ലോകത്ത് നിന്ന് മെല്ലെ പോയിക്കോളും, എനിക്ക് സമാധാനം കിട്ടുമെന്ന് പറഞ്ഞു. ഇവിടെ ഹാപ്പിയായി. അവർക്ക് എവിടുന്നോ ഇല്ലാത്ത സന്തോഷം കയറി വന്നു. ഇവളിത് കട്ടുംപുറത്ത് വെച്ച് ചായയിൽ ഇട്ട് കൊടുത്തു. ഒരു 60-70 ദിവസം കഴിഞ്ഞപ്പോൾ 70 ദിവസം കഴിഞ്ഞ് ഇവൾക്ക് തോന്നി ഇനി ആകെ 20 ദിവസമേ ഉള്ളൂ. ചായ കൊടുക്കുമ്പോൾ ഇവള് അമ്മയെ നമ്മൾ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അന്ന് ഇങ്ങോട്ട് മോളേന്നൊരു വിളി കിട്ടി. 4 കൊല്ലായി ജീവിക്കുന്നു. ഇതുവരെ ആദ്യം അമ്മേന്നൊരു വിളി വിളിച്ചിട്ട് അങ്ങ് മോളേന്നൊരു വിളി കിട്ടി. ഒരു 80 ദിവസമായപ്പോൾ ചായ കൊണ്ടുകൊടുക്കുക മാത്രമല്ല, അമ്മയുടെ അടുത്ത് ഇരുന്നിട്ട് കൈ ഇങ്ങനെ പിടിക്കാൻ തുടങ്ങി. അപ്പൊ അമ്മ മോളെ തോളിൽ കൈയിടാൻ തുടങ്ങി. 85ാമത്തെ ദിവസം ഞാൻ 5 ദിവസത്തെ പരിപാടിയിലെന്ന് വിചാരിച്ചിട്ട് ചായ കുടിക്കുന്ന ചുണ്ടിന് വെച്ചു കൊടുക്കും. കുടിക്കുന്ന അമ്മയുടെ കാലിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും. അപ്പം അമ്മ കണ്ണീരിങ്ങനെ വന്നിട്ട് ഈ മോളെ ചേർത്ത് പിടിച്ചിട്ട് നെറ്റിയിലൊരു ചുംബനം കൊടുത്തിട്ട് പറഞ്ഞു, മോളെ നീ എനിക്ക് പുറക്കാതെ പോയാൽ അതുകൊണ്ട് നീ തന്നെ പൈസ എടുത്ത് ചെലവാക്കിക്കോ, നിനക്ക് വേണ്ട ഡ്രസ്സും സാധനങ്ങളും വാങ്ങിക്കോ, വീട്ടിൽ വേണ്ടോ നീ വാങ്ങിക്കോ, ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടായിക്കോ, നിന്റെ ഭർത്താവിനോട് കൂടി പൊടിയാ ഭർത്താവിന് പറയാം, അങ്ങനെയല്ലേ പറയല്, എന്തോ ചെയ്യുവാണ്. ഇവള് വിചാരിച്ചിട്ട് ഇപ്പൊ എന്റെ അമ്മയെക്കാളും നല്ല അമ്മയായിട്ടുണ്ട്. ഇത് ഇപ്പൊ 5 ദിവസം കഴിയുമ്പോൾ പോകില്ല. നമുക്ക് ആ ടെൻഷനായി. 88 ദിവസമൊക്കെ ഡോക്ടറെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇയാളുടെ സ്വഭാവം എല്ലാം മാറിയിട്ടുണ്ട്, എനിക്കിപ്പോ വീടൊരു സ്വർഗീയ ഇടം പോലെ പോകുന്നുണ്ട്, അതുകൊണ്ട് ഒന്ന് ജീവിപ്പിച്ചാലാണ് എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ കുറച്ച് കാലം വേണം എനിക്കിപ്പോ തോന്നുന്നു. ഡോക്ടർ പറഞ്ഞു 88 ദിവസം മരുന്ന് കഴിച്ചിട്ട് എന്തായാലും ചാൻസ് ഇല്ല. ഇവിടെ കരഞ്ഞു പറഞ്ഞേരം പണി ചെയ്യും, 2 ദിവസം മരുന്ന് കൊടുക്കൽ നിർത്തി നോക്കിട്ട് വേറെ മരുന്ന് കൊടുത്ത് രക്ഷയുണ്ടോ എന്ന് പറയാൻ കഴിയാതെ പ്രാർത്ഥിക്കുകയും മന്ത്രിക്കുകയൊക്കെ ചെയ്തതാണ്. ഇവിടെ സകല ദൈവങ്ങളെ കുറിച്ച് പ്രാർത്ഥിച്ചു, മരുന്ന് മാറ്റി കൊടുത്തു. ഇവിടെ പ്രാർത്ഥന എന്താണെന്ന് പറയുക, ഈ ഭർത്താവിന്റെ അമ്മ ഒന്നും വരുത്തില്ല. അങ്ങനെ 90ാമത്തെ ദിവസം അത്ഭുതം ഉണ്ടായി, ഒന്നും സംഭവിച്ചില്ല, മരിച്ചില്ല. കുറെ കഴിഞ്ഞു ഇങ്ങനെ ഭാര്യ ഡോക്ടറെ അടുത്ത് പോയി പറഞ്ഞു, ജീവിതം തെച്ചു. ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എന്റെ കാരണം അത് നിങ്ങളെ മരുന്ന് അതല്ല, നീയായിരുന്നു പ്രശ്നം. നീ എന്റെ അടുത്ത് വന്നപ്പോ തന്നെ എനിക്ക് അറിയായിരുന്നു പ്രശ്നം നീയാണ്. ഞാൻ കൊല്ലാനുള്ള മരുന്നൊന്നും തന്നില്ല. ഞാൻ സാധാരണ വെറുതെ ഒരു ആരോഗ്യത്തിന്റെ പൗഡറാണ് തന്നെ. എനിക്കറിയായിരുന്നു നീ മാറിയ അമ്മ മാറുന്നു. 70ാമത്തെ ദിവസം നീ അമ്മേന്ന് നീട്ടി വിളിച്ചില്ലേ, അപ്പൊ മോളേന്നൊരു ഉടി വന്നില്ലേ. 80ാമത്തെ ദിവസം നീ അടുത്ത് പോയിരുന്നില്ലേ, അപ്പൊ നിന്റെ തോളിലേക്ക് കൈയിട്ടില്ലേ. 85 ദിവസം കാലൊന്ന് തടയി കൊടുത്തില്ലേ, അന്നേരം നിന്റെ നെറ്റിയിൽ ഒരു ചുംബനം കിട്ടിയില്ലേ. നീ ഇങ്ങോട്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നത് അങ്ങോട്ട് കൊടുത്ത് തുടങ്ങിയപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായത്, അമ്മയുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായത്. അതുകൊണ്ട് ഈ മാസിക കൊടുത്തിട്ട് ഒഴിവാക്കണം.
ഇങ്ങോട്ട് ഇങ്ങനെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതിനൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ട് തുടങ്ങുക. അങ്ങനെ ഒരു സുഖൂനിലേക്ക് വേഗം എത്തിച്ചേരുക. എല്ലാ നന്മകളും നേരുന്നു. എന്നെ ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. ഐശ്വര്യദത്തമായ ഒരു കർമ്മജീവിതം ഇവിടെ കൂടിയിരിക്കുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിവാദനങ്ങൾ നേരുന്നു. നന്ദി. യൂസഫ് സാഹിബ് കൈമാറുന്നു. പുസ്തകം അവരാണ് കൊടുത്തത്. അടുത്തതായി മുഹമ്മദ് എന്നതിനുള്ള ഉപഹാരം കൈമാറാനുണ്ട്. ചടങ്ങിന് ശേഷം കൈമാറും. അടുത്തതായി മറുപടി പ്രസംഗമാണ്. ബഹുമാനായ പ്രസിഡന്റ് KP അബ്ദുൽ മജീദ് സാഹിബിനെ ക്ഷണിക്കുന്നു. പരിപാടിയുടെ പ്രശ്നം ബഹുമാനായ മറ്റ് സ്റ്റേജിലും സദസ്സുമുള്ള യൂത്ത് ലീഗിലെയും മുസ്ലിം ലീഗിലെയും നേതാക്കളെ, ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് മെമ്പർമാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരടക്കം ഈ സദസ്സിലെ മുഴുവൻ പ്രവർത്തകരും സുഹൃത്തുക്കളും, ഒരു വിഭിന്ന പരിപാടിയിലൂടെ, അതായത് നാളിതുവരെ അറിയപ്പെടാത്ത അല്ലെങ്കിൽ ചെയ്യാത്ത അല്ലെങ്കിൽ ഇതുവരെ ഇങ്ങനെയുള്ള പരിപാടി നടത്തി ഒരു മുൻകാലങ്ങളിലൊക്കെ ഇല്ലാത്ത തരത്തിൽ കൊളച്ചേരി പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഈ കൊളച്ചേരി പഞ്ചായത്തിൽ നിന്ന് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഇവിടെ ഏർപ്പെടുത്തിയ ഈ സദസ്സിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിൽക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് വളരെ സന്തോഷമുണ്ട്. കൂടുതലൊന്നും പറയുന്നില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി പങ്കെടുക്കുന്നത്. അത് ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി കെ താഹിറ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നടത്തിയ ഈ കുടുംബസംഗമവും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് വന്ന നമ്മുടെ മെമ്പർമാർക്കുള്ള സ്വീകരണം, ഇന്ന് നല്ലൊരു ഒരു പ്രകൃതത്തിൽ തന്നെയാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. കാരണം നമുക്ക് കിട്ടിയ ഒരു ക്ലാസ് ഒരു മോട്ടിഫിക്കേഷൻ ക്ലാസ്സാണ്. ഇവിടെ മെമ്പറായാൽ പോലും ഇങ്ങനെ നല്ലൊരു ക്ലാസ് കിട്ടൂല. നമുക്ക് ഭരണഘടനയും പഞ്ചായത്ത് രാജും അതുപോലെ തന്നെ മാർഗരേഖയും എങ്ങനെയാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ ക്ലാസ് മാത്രമേ മെമ്പറായി വന്നവർക്ക് കിട്ടാറുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ക്ലാസ്, കുടുംബമാണ് ആദ്യത്തെ അടിത്തറ. കുടുംബം ഭംഗിയായി തന്നെ എല്ലാ വനിതാ ജനപ്രതിനിധികൾക്കും മുന്നോട്ടുള്ള ഒരു പാത, അവരുടെ പിന്തുണ എങ്ങനെയാണ് കിട്ടുക, അതിന്റെ മാർക്കിലാണ് എല്ലാ ജനപ്രതിനിധികൾക്കും 100-ൽ 100 മാർക്ക് വാങ്ങാൻ സാധിക്കുന്നത്. ഇപ്പം ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ നല്ല രസകരമായി നമുക്ക് ഇവിടുന്ന് തന്ന ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ സംവിധാനം, ഈ സംഗമം യൂത്ത് ലീഗിന്റെ എല്ലാ ഭാരവാഹികൾക്കും ഇതിന്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒറ്റവാക്യത്തിൽ നന്ദി പറഞ്ഞുള്ളൂ.
അടുത്തതായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട ബാലസുബ്രഹ്മണ്യം ഇവിടെ അനുഭവം വിവരിക്കും. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ യൂത്ത് ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് മൻസൂർ പാമ്പത്തി, അതുപോലെ വേദിയിലുള്ള കോശേരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് KP അബ്ദുൽ മജീദ്, അതുപോലെ തന്നെ ഹംസമൗലവി, കുട്ടികൾക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ബഹുമാനായ ബഷീർ മാസ്റ്റർ, അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങളവർകൾ, യൂസുക്ക, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നമ്മുടെ അബ്ദുൽ സലാം, നമ്മുടെ പ്രസിദ്ധ ഗായകൻ മുഹമ്മദ് അലി പാട്ടേൽ, ഹനീഫ അബ്ദു, അതുപോലെ തന്നെ പഞ്ചായത്ത് ജില്ലയിലെ സെക്രട്ടറി ജാബർ ഉൾപ്പെടെയുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, തീർച്ചയായും കൊടശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർമാരായി തെരഞ്ഞെടുക്കപ്പെട്ട നമ്മൾക്ക് കുടുംബാംഗങ്ങളെ ഒന്ന് കാണാനും നമ്മുടെ കാര്യങ്ങൾ പങ്കുവെക്കാനും കൂടാതെ തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളെ അതിൻ്റെതായ രൂപത്തിൽ മോട്ടിവേഷനിലൂടെ അവതരിപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ ഒരു ക്ലാസ് സംഘടിപ്പിച്ച പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിലെ കർമ്മവീരായ നേതാക്കളെ ഹൃദയത്തിൽ തട്ടി അഭിനന്ദിക്കുകയാണ്. തീർച്ചയായും നമുക്ക് ഇനി അങ്ങോട്ടുള്ള അനുഭവങ്ങൾ ഒരു മെമ്പർ എന്ന നിലയിൽ ഉത്തരവാദിത്തങ്ങൾ വളരെ വലുതാണ്. തീർച്ചയായും എത്ര ചെയ്താലും എത്ര പ്രയാസങ്ങൾ ഒരു വാർഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഫണ്ടിന്റെ പരിമിതിയുണ്ട്. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക പ്രയാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ത്രിതല പഞ്ചായത്ത് തലത്തിലുള്ള ഫണ്ടുകൾ ക്രോഡീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. മുൻ മെമ്പർമാരുടെ അനുഭവങ്ങളൊക്കെ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. ഇപ്പം മൻസൂർ പാമ്പുരുത്തിയൊക്കെ ഞാൻ 2010 എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്ന ഒരു കാഴ്ചപ്പാട് ഈ ഒരു രീതിയിലാവണം എന്നുള്ള രീതിയിലേക്ക് ഈ ഒരു സംഗമം സംഘടിപ്പിക്കാൻ ഏറെ മുൻനിന്ന ഒരു സഹപ്രവർത്തകൻ കൂടിയാണ് മൻസൂർ പാമ്പുരുത്തി. അദ്ദേഹത്തിന് അറിയാം ഒരു മെമ്പറെ കാഴ്ചപ്പാടുന്നത്. അദ്ദേഹം അതുകൊണ്ടായിരിക്കും രണ്ടാമത് ഒരു മത്സരത്തിന് കച്ചകെട്ടി ഇറങ്ങാൻ അത് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന് അനുഭവം അറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മെമ്പർ, നമ്മൾ ഒരു പഞ്ചായത്തിൽ മെമ്പർ എന്ന നിലയിൽ പല പ്രയാസങ്ങളും നമ്മുടെ വീടിനെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. ചെറിയ ആൾ കഴിക്കും ഒരു പഞ്ചായത്ത് മെമ്പറായാൽ എന്താണ് രക്ഷപ്പെട്ടില്ലേ എന്നുള്ള ധാരണ വരുന്നുണ്ട്. ഇവരുടെ കുടുംബങ്ങൾക്ക് പോലും അത് നമ്മുടെ സാമ്പത്തിക സ്രോതസ്സോ ഒരു സാഹചര്യം മനസ്സിലാക്കാത്ത ഒരു തരത്തിലുള്ള പ്രവർത്തനമുണ്ട്. കാരണം നമ്മളിപ്പോൾ രാവിലെ വന്നു പഞ്ചായത്തിലെത്തി, പഞ്ചായത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തി. അപ്പോൾ നമ്മുടെ സാമ്പത്തിക പദ്ധതിയിൽ കോട്ടം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ എങ്കിലും കൂടി നിങ്ങൾ തരുന്ന ഒരു അംഗീകാരം, ഒരു പഞ്ചായത്ത് മെമ്പർ ലക്ഷക്കണക്കിന് ഉറപ്പ് കൊടുത്ത ഒരു പഞ്ചായത്ത് മെമ്പർ ആവാൻ കഴിയില്ല. അതിന് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന തന്നെയാണ് പഞ്ചായത്ത് മെമ്പർ. ആ ഒരു അംഗീകാരത്തിന് UDF, പ്രത്യേകിച്ച് UDF-ഉം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഈ സംഘടന നമുക്ക് തന്ന ഈ അംഗീകാരത്തിന് എല്ലാവിധ ആശംസകളും ഹൃദയം തട്ടി അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി നടത്തിയ മുസ്ലിം യൂത്ത് ലീഗിന്റെ കൊടശ്ശേരി മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്പാൽ. ഇനി ഗാനവിരുന്നിന് വേദി വഴിമാറുകയാണ്. പ്രിയപ്പെട്ട മമ്മാരി കണ്ണൂരിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ചെറിയൊരു സാഹചര്യമാണിത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു പരിപാടിയുടെ സംഘടിപ്പിച്ചതിന്റെ അണിയറ പ്രവർത്തകരെ മുക്തരംഗം പ്രശംസിക്കുകയാണ്. നമ്മുടെ നാട്ടുകാരെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഇവിടെ പഞ്ചായത്ത് തലത്തിലേക്കും അതുപോലെ ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്കിലേക്കും ഒക്കെ വിജയിച്ച
മുഴുവൻ സാരഥികൾക്കും എന്റെയും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. നമ്മളെല്ലാവരുടെയും മനസ്സിന്റെ മാണിക്യ കൊട്ടാരത്തിന് തിങ്കളായി ജോലിച്ചു നിൽക്കുന്ന പാണക്കാട്ട് ശിഹാബ് തങ്ങളെ കുറിച്ച് ഞാൻ എഴുതിയ ഒരു പാട്ട് പാടിക്കൊണ്ട് തുടങ്ങാം. കുറച്ച് ഗാനങ്ങൾ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതിനുശേഷം നിങ്ങളെല്ലാവരും ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുന്നു. ആണോ? ഭക്ഷിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണോ? കുറച്ച് പാട്ടുകൾ കേൾക്കാം അല്ലേ? ഓക്കെ, എല്ലാവരും കൂടെ ഉണ്ടാവണം കേട്ടോ. നമ്മുടെ ഭാര്യ ഹസീന നമ്മുടെ ഗാനം ആലപിക്കുകയാണ്. ക്ഷമിക്കുന്നു.
പ്രസിദ്ധമായ രാഷ്ട്രീയ ഗാനമുണ്ട്, പിച്ചടിച്ച നാട് തൊട്ടേ എന്നാണ് പാട്ട്. അത് ആലപിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാട്ട് എഴുതാനും പാടാനൊക്കെ ഒരു ഭാഗ്യം കിട്ടി. അൽഹംദുലില്ലാ. പാണക്കാട്ടെ തങ്ങളുടെ വീട്ടുമുറ്റത്ത് നിന്ന് തന്നെ എനിക്ക് ഈ ഒരു പാട്ടിന് വേണ്ടി ഉപഹാരമൊക്കെ ലഭിക്കുകയുണ്ടായി. പക്ഷേ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഇത്രമാത്രം ഒരു നെഞ്ചേറ്റിയ ഗാനം മറ്റൊന്നില്ല എന്നൊക്കെ പറയേണ്ടി വരും. അൽഹംദുലില്ലാ, അവർക്കൊരു ഭാഗ്യം കിട്ടി. ആ ഒരു രാത്രിയൊക്കെ പിച്ച വെച്ച നാട് തൊട്ടേ പച്ചപ്പടയിൽ ചേർന്നു ഞാൻ. പിച്ച വെച്ച നാട് തൊട്ടേ പച്ചപ്പടയിൽ ചേർന്നു ഞാൻ. ഉച്ചത്തിലായി കൈപിടിച്ചു സിന്ദാബാദ്, ഉച്ചത്തിലായി കൈപിടിച്ചു സിന്ദാബാദ്. ഉച്ചപോലെ പ്രകാശിക്കും പാണക്കാട്ടെ തങ്ങളെ, ഉച്ചപോലെ പ്രകാശിക്കും പാണക്കാട്ടെ തങ്ങളെ. ഇച്ചനിറവേറ്റും ഞങ്ങൾ സിന്ദാബാദ്, ഇച്ചനിറവേറ്റും ഞങ്ങൾ സിന്ദാബാദ്. ഒത്തുപിടിച്ചാലേത് മലയും പോലും കൈകളിൽ. അല്ലേ? കിട്ടിയാ മതി. അതാണ് ഒത്തിരി നാം നേടിയില്ലേ സിന്ദാബാദ്, ഒത്തിരി നാം നേടിയില്ലേ സിന്ദാബാദ്. പിച്ചവെച്ച നാടുകളുടെ പച്ചപ്പടയിൽ ചേർന്നു ഞാൻ, പിച്ചവെച്ച നാടുകളുടെ പച്ചപ്പടയിൽ ചേർന്നു ഞാൻ. ഉച്ചത്തിലായി
മാത്രം പിറവികൾ